പൈസയും ചെലവാക്കി കല്യാണം കഴിച്ചിട്ട് വരെയുള്ള മുഴുവൻ തിരുമ്പണം മനുഷ്യൻ. എന്റെ യോഗം അല്ലാണ്ട് എന്താ പറയാ. ഉമ്മ എന്താണ് ഉമ്മ അങ്കിളി കാണിക്കണത്? ഇതും തിരുമ്പാനുള്ളതാ? എന്താ ഈ എടുത്തില്ല? ഞാൻ അവിടെ ഇട്ടിരുന്നല്ലേ ഇതൊക്കെ. ഉമ്മ നിങ്ങള് വല്ലാത്ത പണിയാട്ട നിങ്ങളോട് കാണിക്കണേ. ഞാൻ വീട്ടിലെ വേലക്കാരനൊന്നല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താടാ എന്റെ ഉമ്മേന്റെ ഉടുപ്പാണത്. ഉമ്മേന്റെ ഉടുപ്പൊക്കെ ഉമ്മക്കാണ് തിരുമ്പിയാ പോലെ. എന്നെ കൊണ്ട് എന്തിനാ തിരുമ്പിക്കണത്? എന്നെ കൊണ്ട് ഈ പ്രായത്തിൽ ഈ തിരുമ്മിക്ക? എന്ത് പ്രായം? ഇത്ര അങ്ങക്ക് പ്രായം 85 വയസ്സൊന്നല്ലല്ലോ. ഒക്കെ ഓള് തിരുമ്പിരിയാണല്ലോ അവിടെ. ഓളെ ഇവിടെ പറഞ്ഞയച്ചിട്ടല്ലേ? പണ്ട് ഓളോട് ഇവിടെ വന്ന് നിന്ന് തീരുമാനം പറയടോ. ഓളെങ്ങനെ അവിടെ വരിക? നിങ്ങളടുത്ത് കഴിഞ്ഞുവിടാൻ പറ്റുമോ? ഓക്ക് അഹങ്കാരോ? നിങ്ങൾക്ക് അഹങ്കാരം ഒന്നുമില്ല, നിങ്ങൾക്ക് നല്ല മനസ്സാ. നിങ്ങളൊന്നും പറയിപ്പിക്കണം. നിങ്ങൾ വെറുതെ അതെല്ലാം വേഗം ചെയ്തോ. ഉമ്മക്കിത് കഴിഞ്ഞിട്ട് പീടിയെ പോണ മൊബൈൽ ഷോപ്പ് തുറക്കണ്ടെങ്കി പോണോ? ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു വാഷിംഗ് മെഷീൻ മേടിക്കും, അതാണല്ലേ. അതാവുമ്പോ അങ്ങനെ കുത്തിയാ മതിയല്ലോ. അത് ഞാൻ ചെയ്തോളൂ. കായും വരുവോ? എവിടുന്ന് ഇന്റെ കയ്യിന്ന് ഇജ്ജ് മേടിക്കണോ? ഉമ്മ ഈ മൊബൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചൊന്നും വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറ്റില്ല. അറിയാം നിങ്ങൾക്ക്? നിങ്ങളെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട്, എനിക്കറിയാം. നിങ്ങളോട് എടുക്കി. എന്റെ കയ്യിൽ പൂത്ത പൈസ ഉണ്ട്, അട്ടിക്ക് വെച്ചിക്കാണ്. എന്നോടൊരു കാര്യം ഞാൻ പറയാ, ഈ വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചോ. അതാണെങ്കിൽ ഈ പിന്നെ അലക്കണ്ട. പിന്നെ മേടിക്കുമ്പോ അതിങ്ങനെ ഉണക്കിയിട്ട് ഇസ്തരിയൊക്കെ ഇട്ട് തരണതില്ലേ, അതെന്നെ മേടിച്ചോ. എന്റെ ഉമ്മ അതിന് കായ് കൂടുതലാവും. 10 ഉപ്പ് എടുക്കേണ്ടി വരൂ. മേടിക്കണോ? എടുത്ത് കൊടുക്കാനാണ്. നിങ്ങളൊരു പണി തോളി. നിങ്ങൾ ഇവിടെ തോളി. ഞാൻ ഓളെ പെരലെ കണ്ടു പോവാ. ഞാൻ അവിടെ താമസാക്കും. ഓളെ അവിടുന്ന് തിരുമ്പി തരുന്നുണ്ട്. ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ നിന്നോളി. ഈ പോവോ? ഓള് വിളിച്ചാ ഞാൻ പോവും. മുട്ടുംകാല് തല്ലൊടിച്ച് ഇവിടെ ഇടൂ. നിങ്ങളെ എന്തൊക്കെ ഉമ്മ, ഞാൻ ചെറിയ കുട്ടിയല്ലത്. അതാ എനിക്ക് വേണം ആ ബോധ്യോ. പോയിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കി. ഉമ്മ ഞാനൊരു കാര്യം പറയട്ടെ. ഉമ്മ കോയമാമിന്റെ അടുത്ത് കുറച്ച് പൈസ തരാൻ പറയൂ. പോയി ചോദിക്കടോ. മൂപ്പര എന്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണുന്ന ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ. നിങ്ങളൊന്നും ചോദിച്ചു നോക്കി. നിങ്ങളെ ആങ്ങളല്ലേ? ഇന്റെ ആങ്ങളേനെ പറ്റി ഈ അനാവശ്യം ഒന്നും പറയണ്ട. ഉമ്മ മൂപ്പര് ഒറ്റാം തടി നിൽക്കുന്ന ആളാ. ഇഷ്ടം പോലെ കായുണ്ട് കൈമല്. നിങ്ങൾ ചോദിച്ചാൽ തരും. നിങ്ങളും ചോദിച്ചു നോക്കി. അന്റെ പേരില് പായംപോരി ഇറങ്ങിയണ്ടല്ലോ. പറ്റേ പനിയേനു. സെറ്റ് ചെയ്താൽ മതി. ഭജന സെറ്റപ്പ് നോക്കി ചെയ്താൽ മതി. ഞാൻ വിളിക്കാം. ഇല്ല, കടയിൽ ആളില്ല, പെട്ടെന്ന് പോണം. എന്താ പിന്നെ? ഇല്ല, സുഖം. എന്നപ്പോ മലക്ക് പോണേ? ഇപ്പൊ പ്രധാനല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് പോണം. അതെ. അതിപ്പോ എത്ര ദിവസാ? അല്ല, 41 ദിവസം വ്രതാ. അപ്പൊ ഭക്ഷണൊക്കെ ശ്രദ്ധിക്കണ്ട. ഇറച്ചി മീനും തിന്നാൻ പറ്റൂലല്ലോ. ഇല്ല, വ്രതം തന്നെ. അത് ശരി. പിന്നെ എന്താ വേറെ? കുഴപ്പമൊന്നുമില്ല. അല്ല, പിന്നെ ഇപ്പൊ നിങ്ങള് മലക്ക് പോകുമ്പോ അവിടെ ഈ ഇപ്പൊ പുലിയൊക്കെ ഉണ്ടോ? പണ്ടല്ലിക്ക ഇപ്പൊ ഇല്ല. ഇപ്പെല്ലാം നല്ല സേഫാണ്. കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് ശരി. ഞങ്ങളുടെ ഒരു പള്ളിയില്ല അവിടെ? ഒരു വാവര് പള്ളി ഉണ്ട് അവിടെ. ഇല്ലേ? അവിടെ ഇപ്പൊ ആരാ വാങ്ങിക്കൊടുക്കണേ? വാങ്ങിക്കൊടുക്കൂലേ? അവിടുത്തെ ആൾക്കാരുണ്ടാവല്ലോ. അതന്നെ. ആരാ മുക്രി? ആരാ അറിയോ എനിക്ക്? ഇല്ല അല്ലേ? കേറി വരുന്നല്ലേ ഉള്ളൂ. പിന്നെ വേറെന്താ വിശേഷം? കടയിൽ ആളില്ല, അപ്പൊ അതാ ഞാൻ പോന്നെ. നിക്ക്, ഞാൻ എന്തോ ഒരു കാര്യം എന്നോട് പറയണം ഇങ്ങനെ ആലോചിച്ച. എന്താന്ന് പെടുത്തില്ല. നിക്ക് സ്വരൂപേ ഇക്കടോ. ആളില്ല, കടയിൽ ആളില്ല. പിന്നെന്താ വിശേഷം? അങ്ങോട്ട് കടയിൽ ആളില്ല. എവിടക്ക ഈ തള്ളി കൊണ്ടോണേ? എവിടക്ക പോണേക്ക്? പണിയുണ്ടായിരുന്നു. കൊല്ലയുടെ പോയി ചാത്തോട്ടനാടാ. എന്താ പണി? അവിടെ ആല കിട്ടണോ? പുതിയ പയ്യനെ വാങ്ങിയിട്ടുണ്ട്. ആരെ വയ്യ്? ഓലെ ഭാര്യ ജാനു എടുത്തില്ലേ? ജാനു? ചാത്തോട്ടന്റെ ഭാര്യാന്ന്. ജാനോ? ശരി. ഓളുടെ പയ്യ? ഓലെ ഇപ്പൊ പുതിയ പയ്യന് വാങ്ങിയതാ. പോട്ടെ, നേരം. അല്ല, ഈ മറ്റേ ജാനു എന്റെ കൂടെ പഠിച്ചാണ്. നേരോ? 1ാം ക്ലാസ് മുതല് 4ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ശരി, ഞാൻ പറയാട്ടാ.
പോട്ടെ എന്താ ആ പെണ്ണിന്റെ മൂക്ക് വലിച്ചിട്ട് അന്ന് അടുത്തിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു. നേരം വൈപ്പോയി, ഞാൻ പോട്ടെ. ഏ? നേരം വൈപ്പോയി, പോട്ടെ. അല്ല എന്നിട്ട് പാല കെട്ടാൻ പോവാ? പാല് കെട്ടാൻ അല്ല, ആല കെട്ടാൻ. അതന്നെ. ആ. അനക്ക് അതിന്റെ പണിയൊക്കെ അറിയോ? ഐസിന്റെ അല്ല, ഞാൻ ആല കെട്ടാൻ എനിക്കറിയാം. ഞാൻ എല്ലാ പണിയും ചെയ്യും കോയക്ക. ഇപ്പൊ ഞാൻ പോട്ടെ, നേരം വൈപ്പോയി, അതാ. ഈ എന്താപ്പോൾ ഈ പുറകിൽ ഇങ്ങനെ കയ്യേട്ടണേ? വിട്ടാൻ്റെ പോവോ കയ്യ്? കൈ ഞാൻ വിട്ടു കോയക്ക, ഇനി ഞാൻ പോട്ടെ. അല്ലട സ്തുതി, ഇജ്ജിപ്പൊ നേരം വൈകിയില്ലേ? ഇനിയിപ്പൊ എന്തിനാ പണി പോണത്? സംസാരിച്ചിരിക്കാലോ. അല്ല, എനിക്ക് പോവാണ്ട് 800 കിട്ടൂലോ കോയക്ക, അതുകൊണ്ടാ. വെണ്ണീർ കിട്ടാൻ അജാതി പണിയാണ്. വെണ്ണീരല്ല, 800 റുപ്യ കൂലി വേണ്ടേ എനക്ക്? 800 റുപ്യ? ആ, കൂലി വേണ്ടേ? അതിന് പോണ്ടേ, പണിയെടുക്കണ്ടേ, എന്നല്ലേ പൈസ കിട്ടൂ. അതൊക്കെ വേണേ. ഞാൻ പോട്ടെ എന്നാല്. ആഹാ, പിന്നെ വേറെന്താ വിശേഷം? വേറെ എന്ത്, ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നല്ലോ. അല്ലേ? പിന്നെന്താ വേറെന്താ? വേറെന്താ? എനിക്കിപ്പൊ എന്നോടൊന്നും ചോദിക്കാല്ലേ? ഞാൻ അത്ര എന്നോട് ചോദിച്ചില്ലേ? ചോദിക്കണ്ട്, ഒരുപാട് ചോദിക്കണ്ട്. ഞാൻ പിന്നെ നേരത്തോടെ വരാം. കുടുങ്ങിയോ? ജീവൻ പോണേ പോരി. ഞാൻ രഞ്ജേട്ടാ, ഞാൻ പോട്ടെ എന്നാല്. എൻജോയ് എന്നാ ബാംഗ്ലൂരിൽ നിന്ന് നന്നായി. ഇപ്പൊ പരിചയക്കാരൊന്നും കാണാനില്ല. പരിചയമില്ലാത്ത ആളാലോ. ആരൊക്കെ ശരി. എവിടുന്ന ഞങ്ങള്? വീട്ടിന്ന്. ഇവിടുക്കായിട്ട് തന്നെ വന്നാ ഞങ്ങള്? അല്ലാതെ അതൊക്കെ വിശ്വാസല്ലേ എന്റെ സൂറ. ഞാൻ ഒരാള് ഒറ്റക്കാണ് ഈ കുടുംബത്തെ. ഒന്ന് മിണ്ടാനും പറയാനും കൂടി ഒരാളില്ലാണ്ടാണ് ഞാൻ ഇവിടെ കഴിയണത്. എപ്പോഴെങ്കിലും ഒന്ന് എനിക്ക് ഇങ്ങോട്ട് വരാന്ന് തോന്നിയോ? എന്താ വന്നൂല ഒന്നല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടു നിങ്ങളാ. എന്താ ഞാൻ വയ്യത്തായിന്ന് കണ്ടിട്ടുണ്ടാവും. ഇന്ന് രാവിലെ എണീറ്റ് ഭയങ്കര നിലവിളി നിങ്ങളെ കാണണമെന്നും പറഞ്ഞിട്ട്. അന്റെ മുട്ടുംകാലിന് ഇപ്പൊ എങ്ങനെ ഉണ്ട്? നീരൊക്കെ മാറിയോ? നീരൊക്കെ കുറവുണ്ട്, പക്ഷെ ഇവിടെ ഒരു വേദനയാണ്. പിന്നെ കുനിയും പണ്ട് ഇവിടെ അങ്ങനെ പിടിക്കാണ്. എന്തിനാ കുനിയണേ? കുനിയണ്ടല്ലോ. വന്ന കാര്യം പറയുന്നത് എന്താണ്? ഒരു അലക്ക് മെഷീനേ ഇവിടെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്റെ 1-2 കുപ്പായ കല്ലുമ്പോ കുത്തി തിരുമ്പലാണ്. അതല്ല, നമുക്ക് ഒരു അലക്ക് മെഷീൻ മേടിക്കണോ? എന്തിന്? ഉമ്മക്ക് ഊരവേദന അല്ലേ മാമ, അപ്പൊ തിരുമ്പാൻ പറ്റൂല്ലോ. അപ്പൊ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ എളുപ്പാവും. മേടിച്ചാല് ഇപ്പൊ അതിന് എന്തിനിപ്പൊ എന്നോട് ചർച്ച ചെയ്യണേ? നിങ്ങൾ പത് പറയാൻ അങ്ങോട്ട് വന്നേ? ഓന്റെ കയ്യില് കായില്ല. എന്നാ എന്റെ എടുത്ത് കൊടുക്ക്. ഉമ്മക്ക് ഇടുന്ന കൈ കായില്ല. ഇപ്പൊ എന്താ ഈ കഴുത്തിൽ കിടക്കുന്നത്? എന്തൊക്കെ അങ്ങനെ പറയണ്? നിങ്ങളുടെ മക്കള് ഗൾഫിൽ നിന്നൊക്കെ നിറച്ച് കായ അയച്ചു തരണില്ലേ? ലേശൊന്നും ഓന് കൊടുക്കേ. അപ്പൊ അതൊക്കെ തന്നെയാണ് എല്ലാവരും മനസ്സിൽ. എന്റെ 2 കുട്ടികൾ ഗൾഫിലാണല്ലോ, നിങ്ങൾക്കൊരു ചെലവൂലല്ല. അത് ആ കായൊക്കെ ഇങ്ങോട്ട് തരി. ഇനി നേരല്ലേ പറയണ? അല്ല എന്താ പറയണ മൊയ്തോ? ഞാൻ ഒരാൾ ഇവിടെ ഒരു സഹായം ഇല്ലാണ്ട് കയ്യാണ്. എന്താവശ്യത്തിനും ഞാൻ കായ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. വാഷിംഗ് മെഷീന് 30,000 റുപ്യ ഉള്ളു. നിങ്ങൾ 1 ലക്ഷം ഒന്നും തരണ്ട. 1 ലക്ഷം ബാക്കി 70,000 കൂട്ടിയാ 1 ലക്ഷം ആയി. അതിന് 70,000 നിങ്ങൾ തരണ്ട, 30 തന്നാ മതി. ഒന്നും എന്റെ ഇല്ല തരാനേ. നിങ്ങള് കൊടുക്ക്, ഓൻ തിരിച്ചു തരൂ. ഞാൻ ശമ്പളം കിട്ടുമ്പോ മാസത്തിൽ 5,000 റുപ്യ തോലും തരാം. എന്നിട്ട് അത് ഞാൻ ഇറക്കുക. അതെ, ഞാനൊരു കാര്യം പറട്ടെ നിങ്ങളുടെ അടുത്ത്. എന്റെ കായില്ലാത്തപ്പോ ഞാൻ ചെയ്യണ ഒരു പണിയുണ്ട്. ഇതുണ്ടല്ലോ, ഈ ക്രെഡിറ്റ് കാർഡ്. അത് ചെക്കന്മാർക്ക് എടുത്തന്നല്ല കഴിഞ്ഞ അവിടെ വന്നപ്പോൾ. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കായില്ലാച്ചാലും അത് ഇട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. ക്രെഡിറ്റ് കാർഡ് അതുണ്ട്. എന്തിനാ അപ്പൊ അതൊക്കെ സാധനങ്ങൾ മേടിക്കാളെ? ജിജോറിനെടുത്താൽ ഇതിപ്പോ എല്ലാവർക്കും കിട്ടും. രാവേട്ടാ, എന്താ വാവേ? ഇന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞോ? 2,000 റുപ്യ പണിയെടുത്തോളാ. എന്തുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ പണിയെടുക്കുള്ളൂ. ആകെയോ നിങ്ങൾ അന്വേഷിച്ചൂടെ? എന്തുമാത്രം ആൾക്കാർ നടപ്പണത്? പോയി പണിയെടുത്ത് തീർത്തൂടെ? ഉള്ള പൈസ എത്രയും മേടിച്ചൂടെ? രാവിലെ എല്ലാം തീർത്തില്ലേ? എത്ര തെങ്ങ് കയറി ഞാനിപ്പോ ഇതൊന്നും ഈ പറയുന്നത് മനുഷ്യനല്ലേ ഇത്? 2,000 റുപ്യ കൊണ്ടോ? 2,000 റുപ്യ ആയിപ്പോ. ഞാനായിരുന്നുണ്ടെങ്കിൽ 2,000 രൂപയ്ക്ക് പണിയെടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം മൊത്തം അടിച്ചു പൊളിച്ച് വാട്സപ്പിലും എല്ലാവർക്കും മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിലും കയറി ഗെയിമും കളിച്ച് ആടി പൊളിയായിട്ട് കിടക്കായിരുന്നു. നല്ല ഫോണാണ്.
എനിക്ക് ഇങ്ങനത്തൊന്നും വേണേ. എനിക്ക് ഇങ്ങനത്തെ അല്ല വേണ്ട. പിന്നെ ആപ്പിള് കടിച്ച ആപ്പിള് പോലത്തെ ഒരു ഫോണില്ലേ, ഒരു ആപ്പിള് കടിച്ച് എടുത്ത പോലത്തെ ഒരു ഫോണില്ലേ, ഓ ഐഫോണ്. ഈ കുഞ്ഞുങ്ങളെല്ലാം സിനിമയെല്ലാം എടുക്കുന്ന, ആ അത് തന്നെ. വീഡിയോ എല്ലാം എടുക്കുന്ന അതെ. അങ്ങനത്തെ ഒരു ഫോൺ എനിക്ക് വേണമായിരുന്നു. നീണ്ട ആഗ്രഹം. അതൊക്കെ എടുക്കാമല്ലോ. അത് 10,000 ഡെയിലി കിട്ടണല്ലേ. എത്ര പൈസ? അത് 1.5 ലക്ഷം രൂപയുള്ളൂ. 1.5 ലക്ഷം രൂപ? എന്തിനാ നിങ്ങൾ കണ്ണുകളെ? ഡെയിലി നിങ്ങൾ 10, 2,000, 3,000 ദിവസക്കൂലി മേടിക്കല്ലേ? അത് ദിവസത്തിലൂടെ അതെല്ലാം അന്നേരം ചെലവായില്ലേ? ഞാൻ ഒന്ന് ചേർത്ത് 1.5 ലക്ഷം ഉണ്ടാക്കണ്ടേ? അതിന് ഈ 1.5 ലക്ഷം രൂപ കൊണ്ട് വാങ്ങിക്കണം എന്നല്ല പറയണേ. അതിനെങ്ങനെ? ക്രെഡിറ്റ് കാർഡ് എന്നൊരു സംഭവം ഉണ്ട്. അതറിയില്ല. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും. ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, AC, മൊബൈൽ എല്ലാം വാങ്ങിക്കാം. ആ പൈസ വേണ്ട. കാർഡ് മതി. നേരത്തെ പറയട്ടെ എന്നോട്. നിങ്ങൾ എന്നെ ചോദിക്കണ്ടേ? എന്താണ് ഞാൻ ഇത്രയും കാലം എല്ലാ സാധനവും പൈസ കൊടുത്തിട്ടാ പഠിക്കുന്നത്. കാർഡ് കിട്ടുള്ളൂ. അത് ബാങ്കിൽ പോയാ മതി. ബാങ്കിലോ? ബാങ്കിൽ പോകാൻ പറ്റൂല മോനെ. അതെന്തേ? ആടാ ഒരു ലോൺ എടുത്തിട്ട് ഞാൻ അടച്ചിട്ടില്ല. അതിന് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടൂല കാർഡ്. പിന്നെന്താ വഴി? കാർഡ് ഉള്ളവരെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ക്രെഡിറ്റ് കാർഡ് ഉള്ളവരെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ലോണിനെടുത്ത് ഫോൺ വാങ്ങിക്കാൻ പറ്റും. എനിക്ക് കാർഡില്ലല്ലോ. എനിക്ക് കാർഡില്ല. കാർഡിൽ ആരെങ്കിലും അറിയാം എനിക്ക്? ഞാൻ രാഘവനൊന്ന് കാണാതിരിക്കാണ്. എന്താ സോദട്ടാ? നാളെ ഒന്ന് വീട്ടിലേക്ക് വരണം. വളപ്പിലെ തേങ്ങയൊക്കെ ഒന്ന് ഇടണം. ഒക്കെ കൊട്ട തേങ്ങ ആയിരിക്കാം. കുട്ടികൾ താഴത്തു കൂടെ നടക്കുമ്പോ തലക്ക് വീണാലോ. ഓ നാളെ ഇപ്പൊ പറ്റൂല, മറ്റന്നേ പറ്റൂല. പിന്നെ പിറ്റേ ഒരാഴ്ചക്ക് എനിക്ക് ഭയങ്കര തിരക്കാണ്. കുറെ ആളോട് ഞാൻ പറഞ്ഞു ഏറ്റുപോയി. അതെയോ? ഇനിയിപ്പോ വേറൊരാളെ പുള്ളിക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതെ, എന്നാ ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമെന്നോട്ടെ. ഞാൻ വരാം. നിങ്ങ പറഞ്ഞ പിന്നെ ഞാൻ വരാണ്ടിക്കോ. അല്ല അപ്പൊ ഒരാഴ്ച തിരക്കാന്ന് പറഞ്ഞു. അല്ല അത് തിരക്കല്ലാടെ കിട്ടും. നിങ്ങ പറഞ്ഞ പിന്നെ എനിക്കത് തള്ളിക്കളയാൻ കഴിയില്ല. ഇതാണ് ഞാനും രാഘവനും തമ്മിലുള്ളത്. അപ്പൊ എന്നാ നാളെ രാവിലെ വാ. അതെ അതെ ശരി. സുഖേട്ടാ ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്കൊരു ഫോൺ മേടിക്കണം. അതെന്തായാലും നന്നായി. രാഘവനെ പോലുള്ളവർക്ക് ഒരു ഫോൺ ആവശ്യമല്ലോ. അത് മേടിച്ചോ, അത് നല്ലതാ. സുഖേട്ടാ നിങ്ങളെ ക്രെഡിറ്റ് കാർഡൊന്നും എനിക്ക് തരണം ഫോൺ മേടിക്കാൻ. അല്ല എന്റെ ക്രെഡിറ്റ് കാർഡിൽ ഞാൻ എന്തിനാ നിങ്ങൾക്ക് ഫോൺ എടുത്ത് തരുന്നത്? സംഭവം എന്താണെന്നറിയാവോ? പുള്ളിക്ക് ഒന്നിച്ചു കൊടുക്കാൻ കാശും ഇല്ല, ക്രെഡിറ്റ് കാർഡും ഇല്ല. സാറിന്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി മാസം EMI അടച്ചോളൂ. ഞാൻ പൈസ എടുക്കണം. പൈസ കാർഡ് മതി. അങ്ങനെ അല്ലെന്ന്. ക്രെഡിറ്റ് കാർഡിൽ EMIക്ക് അടയ്ക്കാന്ന് പറയാം. മാസം പൈസ കൊടുത്താൽ മതി. വയസ്സുകാലത്ത് ഒരു ഫോൺ എടുക്കാനുള്ള ആഗ്രഹമല്ലേ? എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മേടിച്ചു തരാം. എന്നാലും തുടക്കം കുറച്ച് പൈസ വേണം. എത്ര കയ്യിലുണ്ട് ഇപ്പോ? അതൊരു കുറിയെല്ലാം സ്വരൂപിച്ചിട്ട് ഞാനൊരു 50,000 രൂപ ഉണ്ടാക്കാം. 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ക്രെഡിറ്റ് കാർഡ്? നേരിട്ട് പോയാൽ മേടിച്ചാ പോരെ? പുള്ളിക്ക് സാധാ ഫോണല്ല വേണ്ടെന്ന്, ഐഫോൺ വേണോന്ന്. അതിന് 1.5 ലക്ഷം റുപ്യാവും. അതെന്താ വേണം? വയസ്സാം കാലത്തുള്ള ഒരാഗ്രഹല്ലേ? എന്നാ കുറി വിളിച്ചിട്ട് 50,000 വാ. എന്നിട്ട് നമുക്ക് പോയിട്ട് ഫോൺ ഏതാന്ന് നോക്കിയിട്ട് മാസം എത്ര അടക്കണ്ടെന്ന് അവര് പറയും. അത് കറക്റ്റ് എന്റെ കയ്യില് കൊണ്ടുവന്ന് തരണം. ഓരോരോ ആഗ്രഹങ്ങളെ. ഐഫോൺ ആപ്പിള് വാങ്ങിട്ട് വേണം ഒരു തേങ്ങാന്റെ ഫോട്ടോ എടുക്കാൻ.